കടന്നു വരണം. Come along with him. Call him. Let her be there. ആ സഹോദരി അവിടെ തന്നെ ഇരുന്നോട്ടെ, പ്രശ്നമല്ലേ, നിങ്ങൾ വരണം. ദൈവം എന്നെ ഇവിടെ ആക്കി തീർത്തതിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഈ ആരാധനയെ പറ്റി വളരെ അവശതയിൽ ഞാൻ ആശുപത്രിയിൽ എൻ്റെ ഭാര്യയുമായി ആയിരിക്കുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കേൾക്കുവാനിടയായത്. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചയാൾ തന്നെയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇത്രയും കാലത്തിനധികം ഞാനായിരുന്നിട്ടും സാമ്പത്തികമായി വളരെയധികം മുന്നോക്കം നിന്ന് വളരെ സുഖലോലുപനായി ഈ ലോകത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഈ അടുത്ത കാലം വരെ. എനിക്ക് യാതൊരു അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സാമ്പത്തികം അമിതമായി ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ അധികമായി ഈ ലോകത്ത് സുഖിച്ച് ജീവിക്കുകയായിരുന്നു. ദൈവം എന്നെ ഏതോ രീതിയിൽ പിടിച്ചു. എൻ്റെ ഭാര്യ വലിയ അവശതയിലായി. 2 കൈയും 2 കാലും തളർന്ന് മാസങ്ങളോളം ഞാൻ നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ ആയിരുന്നു. എന്നെ സഹായിക്കുവാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോ എൻ്റെ സാമ്പത്തികമുള്ള കാലത്ത് എന്നെ അനുഗമിച്ചവരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് മയിലോട്ടുകുഴി എന്ന് പറയുന്ന സ്ഥലം മുതൽ ബാക്കറി ജംഗ്ഷൻ റിസർവ് ബാങ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വീട് അവിടെ എനിക്കുണ്ടായിരുന്ന വ്യക്തിയാണ്. പത്താങ്കല്ലെന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം മെയിൻ റോഡിൻ്റെ കരകളിലെല്ലാം എൻ്റെ വസ്തുക്കളും സ്വത്തുക്കളും ഉണ്ടായിരുന്നു. അവസാനമായി ഞാനിപ്പോൾ നിലനിൽക്കുന്നത് നെയ്യാറ്റിങ്കര ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാറി തൊഴുക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഇതേ സ്ഥലം പണ്ട് ഇലക്ഷൻ പീരീഡുകളിൽ ഗാനമേള നടത്തുവാനും രാഷ്ട്രീയക്കാരുടെ കൂടെയും കൃത്യമായി നടന്നൊരു വ്യക്തിയാണ്. എന്തായാലും അത്ഭുതം എന്ന് പറയട്ടെ, ഈ ഹീലിംഗ് ക്രൂസൈഡിനെ പറ്റി എൻ്റെ ഒരു ബന്ധു വഴി എനിക്ക് കേൾക്കുവാനിടയായി. ഞാൻ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ, അതിനു മുമ്പുള്ള ഒരു ദിവസം എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് ബന്ധായിപ്പോയി. ഏതോ ഒരു ശക്തി എന്നെ അതിന് സമ്മതിച്ചില്ല എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ഞാനും എൻ്റെ ഭാര്യയുടെ അനിയത്തി ഞങ്ങൾ 3 പേരുമായിട്ട് ഈ ക്രൂസൈഡിൽ ഞങ്ങൾ അവിടെ പോകുവാൻ സാധിച്ചു. ഒട്ടും നടക്കുവാൻ വയ്യാതെ അവശയായ നിലയിൽ ഡോക്ടർമാർ നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ പറഞ്ഞത് ഇനി ആശുപത്രിയിൽ പോകണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരുന്നൊരു സാഹചര്യത്തിൽ ഞാൻ ഈ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ഞങ്ങൾ അവിടെ ചെന്നു. ഈ ദൈവദാസൻ ഷിനു കെ രാജ് എന്ന് പറയുന്ന ദൈവദാസന്റെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അനുജത്തിക്കും വേണ്ടി ദൈവത്തോട് നിലവിളിച്ചതിൻ്റെ ഫലമായി അന്ന് ഉച്ചയ്ക്ക് തന്നെ എൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ ഭാര്യ സ്വന്തമായി നടക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ്. 1 ഇഞ്ച് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എൻ്റെ ദൈവദാസൻ പ്രാർത്ഥിച്ചു, ദൈവം അവളി കേട്ടു. ഇന്നലെ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, സാഹചര്യം എന്നെ അനുവദിച്ചില്ല. ഇന്ന് ഇതാ ഞാൻ എൻ്റെ ഭാര്യയുമായി ഇവിടെ വന്നിരിക്കുന്നു. ഇനി എൻ്റെ ശേഷിക്കുന്ന കാലം ഞാൻ ഇവരുടെ ആരാധന എവിടെ ഉണ്ടെങ്കിലും അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ വളരെ സസന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. ദൈവം ഉണ്ട്, യേശുക്രിസ്തുവാണ്, രക്ഷിതാവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവനാണ്. ഞാൻ കേരളത്തിലെ ആദ്യത്തെ സഭ എന്ന് പറയുന്ന സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ എന്ന് പറയുന്ന ഒരു സഭയിലെ വിശ്വാസിയാണ്. സ്വന്തമായി ഒരു ചർച്ച് വടകോട് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെയൊന്നും കാണാത്ത ഒരു അത്ഭുതം എനിക്ക് സംഭവിച്ചു. നിങ്ങളുടെ മുമ്പിൽ പറയാതിരിക്കുവാൻ സാധ്യമല്ല. ദൈവം എന്നെ നടത്തിച്ചു. സംസാരശേഷി വരെ ഇല്ലായിരുന്ന ആളാണ്, ഇപ്പോൾ സംസാരിക്കുന്നു, എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു, സ്വന്തമായി വീട്ടിനകത്ത് നടക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി മേലിലും എൻ്റെ വിശേഷിക്കുന്ന ജീവിതം മുഴുവൻ ഈ കൂട്ടായ്മയിലായിരിക്കുവാൻ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സഹായവും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. All glory to Jesus. സകല മഹത്വവും യേശുവിന് അർപ്പിക്കുകയാണ്. For the treatment they came from Hong Kong.